മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വാശിയേറിയ ഓണ പോരാട്ടത്തിനാണ് ഈ വർഷം തിയേറ്ററുകൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. പൂക്കളവും ഓണസദ്യയും പുത്തൻ കോടിയുമൊക്കെയായി നമ്മൾ ആഘോഷങ്ങൾക്ക് തയ്യാറെടുക്കുമ്പോൾ മലയാള സിനിമയും ഇത്തവണ തിയേറ്ററുകളിൽ ഒരു ആട്ടക്കലാശത്തിനാണ് ഒരുങ്ങുന്നത്. അപ്പോൾ ഈ ഒരു ഓണക്കാലത്ത് തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ആ സൂപ്പർ ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള ഏറ്റവും പുതിയ സിനിമാ വാർത്തകളും വിശേഷങ്ങളും എന്നും നിങ്ങളിലേക്ക് എത്തുവാനും നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഒന്നാമത്തെ ചിത്രം വിശ്വനാഥൻ ആൻഡ് സൺസ്. സൂര്യ നായകനായി പാൻ ഇന്ത്യൻ തലത്തിൽ വൻ പ്രതീക്ഷകളോടെ ഈ ഓണത്തിന് തിയേറ്ററുകളിലേക്ക് എത്തുന്ന വിശ്വനാഥൻ ആൻഡ് സൺസ് എന്ന ചിത്രത്തിന്റെ പ്രത്യേകതകളിലേക്ക് വരുമ്പോൾ തമിഴ് സിനിമയിലെ പ്രമുഖ സംവിധായകരിൽ ഒരാളായ വെങ്കി അട്ലൂരിയുടെ സംവിധാനത്തിലൊരുങ്ങുന്ന ഈ ചിത്രത്തിൽ അച്ഛന്റെയും മകന്റെയും വൈകാരിക ബന്ധത്തിനും കുടുംബ ബന്ധനങ്ങൾക്കും ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു മുഴുനീള ഫാമിലി ഡ്രാമയും ഒപ്പം മാസ് എന്റർടൈനറുമാണ് ഈ സിനിമ. സൂര്യയോടൊപ്പം മലയാളത്തിന്റെ പ്രിയ താരം മമിത ബൈജു കൂടി ഒരു പ്രധാന വേഷത്തിലെത്തുന്നു എന്ന പ്രത്യേകത മലയാളികൾക്ക് ചിത്രത്തോടുള്ള ആവേശം ഇരട്ടിയാക്കുന്നുണ്ട്. ഒരു വമ്പൻ താരനിരയും മികച്ച സാങ്കേതിക നിലവാരവും ഒത്തുവരുന്ന ഈ ചിത്രം തെന്നിന്ത്യൻ ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നും ഓണം റിലീസുകളിൽ തന്നെ കുടുംബ പ്രേക്ഷകരുടെയും യൂത്തിന്റെയും ഒരുപോലെ കയ്യടികൾ നേടി തിയേറ്ററുകളിൽ വൻ വിജയമായി മാറുമെന്നും തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാം. വരുന്ന ഓഗസ്റ്റ് 14 തീയതിയാണ് വിശ്വനാഥൻ ആൻഡ് സൺസ് തിയേറ്ററുകളിലേക്ക് എത്തുക. രണ്ടാമത്തെ ചിത്രം മകുടം. വിശാൽ നായകനായി എത്തുന്നതിനൊപ്പം അദ്ദേഹത്തിന്റെ സംവിധാന അരങ്ങേറ്റം കൂടിയായി തിയേറ്ററുകളിലേക്ക് എത്തുന്ന മകുടം എന്ന ചിത്രത്തിന്റെ പ്രത്യേകതകളിലേക്ക് വരുമ്പോൾ പ്രമുഖ നിർമ്മാണ കമ്പനിയായ സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ 99ാമത്തെ ചിത്രമായി വമ്പൻ ബജറ്റിൽ ഒരുങ്ങുന്ന ഈ ആക്ഷൻ ത്രില്ലറിന് തുടക്കം മുതൽ തന്നെ വലിയ സിനിമാ സൗഹൃദങ്ങളിൽ ശ്രദ്ധ നേടാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിൽ വിശാലിനോടൊപ്പം അഞ്ജലി, തുഷാര വിജയൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്ന ഒപ്പം കോർപ്പറേറ്റ് ഉദ്യോഗസ്ഥനായും ഗ്യാങ്സ്റ്ററായും പ്രായമായ കൊലയാളിയായുമൊക്കെയുള്ള വ്യത്യസ്ത ഗെറ്റപ്പുകളിൽ വിശാൽ തകർത്ത് അഭിനയിക്കുന്നു എന്നത് സിനിമയുടെ ആവേശം ഇരട്ടിയാക്കുന്നുണ്ട്. ജി.വി. പ്രകാശ് കുമാറിന്റെ സംഗീതവും ആക്ഷൻ രംഗങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ള ഒരു പവർ പാക്കഡ് എന്റർടൈനറും ആയതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ വലിയ തരംഗം സൃഷ്ടിക്കാനും വിശാലിന്റെ കരിയറിലെ മറ്റൊരു ശ്രദ്ധേയമായ വിജയമായി മാറാനും ഈ ചിത്രത്തിന് സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. വരുന്ന ഓഗസ്റ്റ് 14 മകുടവും തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. മൂന്നാമത്തെ ചിത്രം ഖലീഫ. പൃഥ്വിരാജിന്റെ മാസ് കരിയറിലെ മറ്റൊരു മാസ് ആക്ഷൻ വിരുന്നിനായി ഈ ഓണത്തിന് തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഖലീഫ എന്ന സിനിമയുടെ പ്രത്യേകതകളിലേക്ക് വരുമ്പോൾ ഹിറ്റ് മേക്കർ വൈശാഖ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം നിർമ്മിക്കുന്നത് വമ്പൻ ബജറ്റിലാണ് എന്നത് തന്നെ വലിയൊരു ഹൈപ്പാണ് സിനിമയ്ക്ക് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുള്ളത്. പൃഥ്വിരാജിനോടൊപ്പം നീൽ, നിതിൻ, മുകേഷ്, കൃതി ഷെട്ടി, ഇന്ദ്രൻസ് എന്നിവരും ഒപ്പം തന്നെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട സൂപ്പർ താരം മോഹൻലാൽ ഒരു കാമിയോ അതിഥി വേഷത്തിലും കൂടി എത്തുന്നതോടെ സിനിമയുടെ തിയേറ്റർ പൊട്ടൻഷ്യൽ വേറെ ലെവലിലേക്ക് ഉയരുകയാണ്. സ്വർണ്ണക്കടത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ഒരു കിടിലൻ ക്രൈം ആക്ഷൻ ത്രില്ലർ ചിത്രമായതുകൊണ്ട് തന്നെ തിയേറ്ററുകളിൽ തീ പാർന്ന മാസ് രംഗങ്ങളും വിസ്മയിക്കുന്ന മേക്കിങ്ങും ആരാധകർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. ബോക്സ് ഓഫീസിൽ പൃഥ്വിരാജ് ചിത്രങ്ങൾക്ക് ലഭിക്കാറുള്ള വലിയ ഓപ്പണിംഗും തിയേറ്ററുകളിൽ ആവേശം വിതറാൻ സാധിക്കുന്ന മാസ് എലമെന്റ്സും ഈ സിനിമയെ ഒരു ബ്ലോക്ക് ബസ്റ്റർ വിജയമാക്കി മാറ്റാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് തീർച്ചയായും പറയാൻ സാധിക്കും. വരുന്ന ഓഗസ്റ്റ് 20 തീയതി ഖലീഫ തിയേറ്ററുകളിലേക്ക് എത്തും. നാലാമത്തെ ചിത്രം ഐ ആം ഗെയിം. ദുൽഖർ സൽമാൻ നായകനായി പാൻ ഇന്ത്യൻ തലത്തിൽ വലിയ ഹൈപ്പോടെ ഈ ഓണത്തിന് തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഐ ആം ഗെയിം എന്ന ചിത്രത്തിന്റെ പ്രത്യേകതകളിലേക്ക് വരുമ്പോൾ RDX എന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിന് ശേഷം നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ഈ മാസ് ആക്ഷൻ ചിത്രം നിർമ്മിക്കുന്നത് മലയാളത്തിലെ മുൻനിര ബാനറുകളിലൊന്നായ വേഫെയർ ഫിലിംസ് ആണ്. ദുൽഖറിനൊപ്പം മിഷ്കിൻ, ആന്റണി വർഗീസ്, പെപ്പെ, കതിർ, വിനയ് ഫോർട്ട് തുടങ്ങി വൻ താരനിരയാണ് നിരക്കുന്ന ഈ ചിത്രം ഒരു സ്റ്റൈലിഷ് ഗ്യാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലർ ആണെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ തിയേറ്ററുകളിൽ തീപ്പൊരി പറക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ദുൽഖറിന്റെ മാസ് പ്രകടനവും നഹാസ് ഹിദായത്തിന്റെ മേക്കിംഗ് സ്റ്റൈലും ഒരുപോലെ ഒത്തുവരുമ്പോൾ ബോക്സ് ഓഫീസിൽ പാൻ ഇന്ത്യൻ തലത്തിൽ കോടികൾ വാരിക്കൂട്ടാനും ഈ ഓണക്കാലത്തെ ഏറ്റവും വലിയ കളക്ഷൻ റെക്കോർഡുകൾ തകർത്തെറിയാനും ഐ ആം ഗെയിമിന് സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. വരുന്ന ഓഗസ്റ്റ് 20 തന്നെയാണ് ഐ ആം ഗെയിം തിയേറ്ററുകളിലേക്ക് എത്തുക. അഞ്ചാമത്തത് ഷൈം ടോം ചാക്ക പ്രധാന വേഷത്തിലെത്തുന്ന പിന്നാലെ എന്ന ചിത്രം. നിഗൂഢത നിറഞ്ഞ ഒരു മോഷണ പരമ്പരയുടെയും അതിന് പിന്നിലെ ചുരുളഴിയാത്ത രഹസ്യങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ഒരു മികച്ച സസ്പെൻസ് ത്രില്ലറാണ് പിന്നാലെ. വലിയ താരനിരയുടെ തിളക്കമില്ലെങ്കിലും ഉദ്വേഗം നിറഞ്ഞു നിൽക്കുന്ന കഥാഗതി കൊണ്ടും മികച്ചു നിൽക്കുന്ന പ്രകടനങ്ങൾ കൊണ്ടും ത്രില്ലർ സിനിമകളെ സ്നേഹിക്കുന്ന പ്രേക്ഷകരെ തിയേറ്ററുകളിൽ പിടിച്ചിരുത്താൻ പിന്നാലെ എന്ന ഈ ചിത്രത്തിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വരുന്ന ഓഗസ്റ്റ് 21 തീയതി പിന്നാലെ തിയേറ്ററുകളിലേക്ക് എത്തും. ആറാമത്തെ ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്. നിവിൻ പോളിയുടെ തിരിച്ചുവരവ് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആരാധകർക്ക് ഈ ഓണക്കാലത്ത് വിരുന്നിനെത്തുന്ന ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന ചിത്രത്തിന്റെ പ്രത്യേകതകളിലേക്ക് വരുമ്പോൾ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായ പ്രേമലുവിന് ശേഷം ഗിരീഷ് ഏടി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം നിർമ്മിക്കുന്നത് ഭാവന സ്റ്റുഡിയോസ് ആയതുകൊണ്ട് തന്നെ തുടക്കം മുതൽ വലിയൊരു ഹൈപ്പാണ് ഈ സിനിമയെ പറ്റി പ്രേക്ഷകർക്കുള്ളത്. പ്രേമലു പോലെ തന്നെ തിയേറ്ററുകളിൽ ചിരിയുടെ പൂരം തീർക്കാൻ എത്തുന്ന ഈ മുഴുനീള കോമഡി റൊമാന്റിക് ഫാമിലി എന്റർടൈനർ ചിത്രത്തിലൂടെ നിവിൻ പോളി മലയാളത്തിന്റെ സ്വന്തം ഫീൽ ഗുഡ് കിങ് റോളിലേക്ക് ശക്തമായി തിരിച്ചു വരുമെന്ന് ഉറപ്പ്. മമിത ബൈജുവും സംഗീത് പ്രതാപും ഒപ്പമുള്ള ചിത്രത്തിൽ ഫാമിലി ഓഡിയൻസ് എക്കാലത്തും നിവിൻ പോളിക്ക് നൽകി വന്നിരുന്ന വലിയ പിന്തുണയും സ്നേഹവും തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. സാധാരണക്കാരായ കുടുംബ പ്രേക്ഷകരെ തിയേറ്ററുകളിലേക്ക് പിടിച്ചിരുത്താൻ പാകത്തിൽ തമാശകളും വൈകാരിക മുഹൂർത്തങ്ങളും കോർത്തിണക്കി ഒരുക്കുന്ന ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു വൻ വിജയമായി മാറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് നിസ്സംശയം പറയാം. വരുന്ന ഓഗസ്റ്റ് 21 തീയതി ബെത്ലഹേം കുടുംബ യൂണിറ്റ് തിയേറ്ററുകളിലേക്ക് എത്തും. ഏഴാമത്തെ ചിത്രം ടോക്സിക്. യഷ് നായകനായി പാൻ ഇന്ത്യൻ തലത്തിൽ വൻ ഹൈപ്പോടെ എത്തുന്ന ടോക്സിക് എന്ന ചിത്രത്തിന്റെ പ്രത്യേകതകളിലേക്ക് വരുമ്പോൾ KGF ചാപ്റ്റർ 2 വൻ വിജയത്തിന് ശേഷം യഷ് നായകനായി എത്തുന്ന ചിത്രം എന്ന നിലയിൽ തന്നെ ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേക്ഷകർ വലിയ ആകാംക്ഷയോടെയാണ് ഈ സിനിമയ്ക്കായി കാത്തിരിക്കുന്നത്. ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം സ്റ്റൈലിഷ് ആക്ഷനും മയക്കുമരുന്ന് മാഫിയയുടെ പശ്ചാത്തലത്തിലുള്ള
ഗൂഢാലോചനകളും നിറഞ്ഞ ഒരു ഡാർക്ക് ആക്ഷൻ ത്രില്ലർ ആണെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. യഷിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ മാസ് രൂപഭാവങ്ങളും ഒപ്പം അന്താരാഷ്ട്ര നിലവാരമുള്ള മേക്കിംഗും ഒത്തുവരുമ്പോൾ ബോക്സ് ഓഫീസിലെ സർവ്വകാല റെക്കോർഡുകളും തകർത്തെറിഞ്ഞ ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെ വലിയ ബ്ലോക്ക് ബസ്റ്ററുകളിൽ ഒന്നായി ഈ സിനിമ മാറുമെന്നതിൽ ഒരു സംശയമില്ല. വരുന്ന ഓഗസ്റ്റ് 26-ാം തീയതി ടോക്സിക് തിയേറ്ററുകളിലേക്ക് എത്തും. 8ാമത്തെ ചിത്രം കരിമ്പടം വ്യത്യസ്തമായ പ്രമേയവുമായി ചെറിയൊരു ഇടവേളയിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ചിത്രമാണ് കരിമ്പടം. സാധാരണ സിനിമകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സിനിമാനുഭവം തേടിയെത്തുന്ന പ്രേക്ഷകരെ ലക്ഷ്യമിട്ടാണ് ഈ സിനിമ ഒരുക്കിയിട്ടുള്ളത്. വലിയ താരനിരയുടെ അകമ്പടിയില്ലാതെ തിയേറ്ററുകളിലേക്ക് എത്തിയാലും കഥയുടെ പുതുമ കൊണ്ടും വ്യത്യസ്തമായ മേക്കിംഗ് കൊണ്ടും ആസ്വാദകരെ ആകർഷിക്കാൻ സാധിക്കുന്ന ഈ ചിത്രം പുതുമയുള്ള പരീക്ഷണ സിനിമകളെ സ്നേഹിക്കുന്ന സിനിമാ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടിയാലും അത്ഭുതപ്പെടാനില്ല. വരുന്ന ഓഗസ്റ്റ് 27-ാം തീയതി കരിമ്പടം തിയേറ്ററുകളിലേക്ക് എത്തും. 9ാമത്തെ ചിത്രം മധുരമീ ജീവിതം കുടുംബ പ്രേക്ഷകരെ ലക്ഷ്യമിട്ട് ഈ ഓണ ഉത്സവകാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഒരു ഫാമിലി എന്റർടൈൻമെന്റ് സിനിമയാണ് മധുരമീ ജീവിതം. സാധാരണക്കാരുടെ ജീവിതത്തിലെ സന്തോഷങ്ങളും നിഷ്കളങ്കമായ മുഹൂർത്തങ്ങളും കോർത്തിണക്കി ഒരുക്കിയിട്ടുള്ള ഒരു ക്യൂട്ട് ഫാമിലി എന്റർടൈനർ ആണ് ഈ സിനിമയെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. വലിയ താരപ്പകട്ടുകൾ ഇല്ലാതെ എത്തിയാലും തിയേറ്ററുകളിൽ ചിരിയും നല്ലൊരു അനുഭവം സമ്മാനിക്കാൻ പോകുന്ന ഈ ചിത്രം കുടുംബ പ്രേക്ഷകരുടെ പിന്തുണയോടെ ബോക്സ് ഓഫീസിൽ ചെറിയൊരു സർപ്രൈസ് ഹിറ്റായി മാറിയാലും അത്ഭുതപ്പെടാനില്ല.